ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഈ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പള്ളിയിൽ പോകുന്നൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് മടുത്ത് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം എന്താ, മനസ്സ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആത്മീയ ജീവിതത്തില് നമ്മുടെ ആത്മാവിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ തോന്നില്ല. നമുക്ക് മനസ്സ് മടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തോന്നുകയില്ല, ഒന്നിലും താല്പര്യം ഉണ്ടാകുകയില്ല. ഒക്കെ ഉള്ള ഒരു ഫീലിംഗ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. അനുദിനം ചെയ്യേണ്ട പ്രവൃത്തികളിൽ പോലും നമുക്ക് ഒരു കരുത്തോടെയും ഒരു എനർജി ആയിട്ട് വ്യാപരിക്കാൻ പറ്റാതെ പോകും. പത്രോസ് 4:12 ക്രിസ്തീയ സഹനത്തെ കുറിച്ച് പറയും, ചില വേദനകള് പരീക്ഷകളെ കുറിച്ചൊക്കെ പറയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. അവിടെ പറയുന്നുണ്ടോ, പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്, നിങ്ങൾ അസ്വസ്ഥരാകരുത്. എന്നിട്ട് പറയാണ്, ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഈ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. അനുദിന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ മനസ്സ് മടുക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുണ്ട്. ചില വിഷയങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ സംഭവിക്കാതെ നടക്കാതൊക്കെ വരുമ്പോ നിരന്തരമായി അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കണ്ണുനീരൊഴുക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റം ഇല്ലാതാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ഇനിയിപ്പോ അന്ന് അവസാനിപ്പിച്ചേക്കാന്ന് പോലും നമുക്ക് തോന്നാം. അങ്ങനെയുള്ള അനുഭവങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അതിജീവിച്ചില്ല എങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ജീവിതം സ്റ്റക്കായി, പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അതിനുവേണ്ടി അതിനൊരു പരിഹാര മാർഗം വചനം നമുക്ക് തരുന്നുണ്ട്. എങ്ങനെ ഈ വിഷയത്തെ നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മളെ മടുപ്പ് അനുഭവപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നും പുറത്തു വരാനായിട്ട് കർത്താവ് തരുന്ന ഒരു വചനഭാഗമുണ്ട്. 2 കോരിന്തോസ് അതിന്റെ 4-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാവോ? ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ നിരാശരാകുന്നില്ല, ഞങ്ങൾക്ക് മടുപ്പ് തോന്നുന്നില്ല എന്ന് പൗലോസ് പറയുക. എന്നിട്ട് പറയാണ്, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒറ്റപ്പെടലും തിരസ്കരണവും ഈ ലോക ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന അസ്വസ്ഥതകൾ കൊണ്ട് എന്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുക, പരിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുക, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അസ്വസ്ഥനാക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിരുന്നാലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോ ഈ വചനം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വായിക്കണം നിരന്തരം. കാരണം മനസ്സ് മടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നേ. നമ്മൾ ആരും അത്ര കണ്ട് ഫലമുള്ളവരോ ധൈര്യമുള്ളവരാകണമെന്നില്ല എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും. പൗലോസ്ലീഹ നമുക്കൊരു വചനം തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വചനം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ, ബാഹ്യ മനുഷ്യൻ പരിക്കേൽക്കുന്ന എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നതിന് കാരണം പറഞ്ഞതെന്നറിയാവോ? ഈ ലോകത്തിന്റെ ക്ലേശങ്ങൾ നിസ്സാരമാണ്, ക്ഷണികമാണ്. എന്നാൽ വരാനിരിക്കുന്ന മഹത്വം അതിൽ നിന്ന് നിലനിൽക്കുന്നതാണ്.